വല്ലോ ഭക്ഷണവും കഴിച്ച് അവിടെ തന്നെ ഇരുന്ന് സംസാരിച്ച് സമയം കളയുന്നുണ്ടാവുള്ളു. അവൾക്ക് വേണ്ടി വെയിറ്റ് ഒന്നും ചെയ്യണ്ട, നമുക്ക് ചടങ്ങ് തുടങ്ങാം. അതല്ലേ അമ്മ ശരി? അതെ അതെ, പൂജ തുടങ്ങാൻ ഇനി താമസിക്കണ്ട. വേഗം തുടങ്ങാൻ നോക്കോളൂ. ഇവിടെ നോക്ക്, എല്ലാരും ഭക്തിയോടെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ചോദിക്കൂ. ലക്ഷ്മി ദിവസമായ ഇന്ന് ചാമുണ്ടേശ്വരി നമ്മളെ അനുഗ്രഹിക്കും. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അമ്മുവിന് ഒരു നല്ല പയ്യനെ നീ തന്നെ നോക്കി തരണേ എന്റെ ദൈവമേ. അതുമല്ലാതെ ഞാൻ കരുതിയ പോലെ ആരതിയുടെയും മരുമകന്റെ ഇടയിൽ ഒരു പ്രശ്നവും ഇല്ല. അവര് നന്നായിട്ട് തന്നെ ഉള്ളത്. അടുത്ത വർഷം ഈ സമയം അവർക്കൊരു കുഞ്ഞിനെ നൽകി അവരെ അനുഗ്രഹിക്കണേ ദൈവമേ. ആദ്യ, സിദ്ധാർത്ഥ്, നിങ്ങളും ആരതി എടുക്കൂ. ശ്രദ്ധിക്കണേ. വെറുതെ ദൈവമേ, എന്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ സുരക്ഷ വലിയൊരു ഗ്യാപ്പാ ഉണ്ടായിട്ടുള്ളത്. ഇത്രയും വേഗം അതെല്ലാം ഒന്ന് ശരിയാക്കി നീ തന്നെ രക്ഷിക്കണം അമ്മേ. എനിക്ക് കള്ളം പറയുന്നവരെ, എന്നെ ചതിക്കുന്നവരെ, മനസ്സിൽ മറച്ചു വെക്കുന്നവരെ കണ്ണെടുത്ത കണ്ടൂടാ. ദൈവമേ, എന്റെ പ്രാർത്ഥന ഒന്ന് കേൾക്കണേ. ആരതിൻ്റെ അടുത്ത് എല്ലാ സത്യവും തുറന്നു പറയണേ. വേദാന്തേ, നീയോ ആരതി എടുക്ക്. വാ. നീ എന്തിനാ ഒറ്റയ്ക്ക് ചെയ്യുന്നത്? നിന്റെ കൂടെ അമൂല്യം ചെയ്യട്ടെ. വാ അമ്മു.
വേണ്ട മുത്തശ്ശി, വാ മോളെ. വേണ്ട മുത്തശ്ശി, കുഴപ്പമില്ല. നീ ചെല്ലുന്നുണ്ടോ ഇല്ലയോ അമ്മ? എനിക്ക് വേണ്ടതൊക്കെ നീ തന്നിട്ടുണ്ട് അമ്മേ. ഇനിയും എനിക്ക് കൂട്ടായിട്ട് എപ്പോഴും ഉണ്ടാവണം. എന്റെ ആഗ്രഹം നടക്കാൻ നീ കണ്ണു തുറന്ന് അനുഗ്രഹിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷായി. അതുപോലെ എന്റെ വീട്ടുകാരും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ അനുഗ്രഹിക്കണം. എനിക്ക് വേണ്ടതൊക്കെ നീ തന്നിട്ടുണ്ട് അമ്മേ. ഇനിയും എനിക്ക് കൂട്ടായിട്ട് എപ്പോഴും ഉണ്ടാവണം. എന്റെ ആഗ്രഹം നടക്കാൻ നീ കണ്ണു തുറന്ന് അനുഗ്രഹിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷായി. അതുപോലെ എന്റെ വീട്ടുകാരും എപ്പോഴും സന്തോഷത്തോടെ പിടിക്ക്. അന്ന് തൊട്ട് ഇന്ന് വരെ എന്റെ ഒരേ ഒരു ആഗ്രഹമാണ് എന്നെ എന്റെ ചേട്ടൻ സ്വീകരിക്കണം. അവന് ആര് കാരണവും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ഈ പ്രാവശ്യമെങ്കിലും എന്റെ പ്രാർത്ഥന കേൾക്കൂ ദൈവമേ. ഈ പ്രാവശ്യം ഞാൻ കോളേജില് ഏറ്റവും ടോപ്പർ ആകണേ. ദൈവമേ, നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവണേ. അങ്ങനെ നമ്മുടെ പൂജ മുഴുവനും കഴിഞ്ഞു. അപ്പൊ എന്നാ ശരി, എല്ലാരും ഭക്ഷണം കഴിക്കാൻ വാ. പാവം എന്റെ അമ്മു, അവൾക്ക് വ്രതം വരുന്ന ശീലമില്ല. വിശക്കുന്നുണ്ടാവും. വാ മോളെ വാ. അമ്മേ, എനിക്കെന്തോ രാവിലെ വരെ ഉപവാസം ഇരുന്നാലോ എന്നാ തോന്നുന്നേ ഇപ്പൊ. അയ്യോ, അതെന്താ? അല്ല മോളെ, വ്രതം എടുത്ത് നിന്റെ തലയ്ക്ക് വല്ല ഓളം പറ്റിയോ? വാ വാ വാ, പെട്ടെന്ന് കഴിക്കാൻ വാ. അമ്മൂല്യ, അമ്മ അത്രയും സ്നേഹത്തോടെയല്ലേ നിന്നെ വിളിക്കുന്നേ. പോയി കഴിക്കേ. വേദാന്ത്, വേദാന്ത് എന്നെ ഈ പറയുന്നത്. പോയി കഴിക്കടോ. വേദാന്ത് എന്താ മോനെ ലേറ്റ്? അത് ട്രാഫിക് ജാം ആയിരുന്നു.
അമ്മേ അവളെ കൊണ്ടുപോയി കഴിപ്പിച്ചേ. നീ ഇങ്ങോട്ട് വാ മോളെ, വാ. എന്റെ പൊന്നു മോളല്ലേ, ഇങ്ങോട്ട് നോക്ക്. പ്ലീസ്. ഇതാണ് എനിക്ക് നിന്നിൽ ഇഷ്ടമുള്ളത്. എന്താടാ? നീ ഒന്നും കൂടുതൽ ദിവസം കൊണ്ട് നടക്കില്ല. അത് നിനക്കെന്താ അങ്ങനെ തോന്നിയേ? എനിക്കല്ലാതെ വേറെ ആർക്ക് അങ്ങനെ തോന്നും? അന്ന് നിന്റെ അടുത്ത് ഏട്ടത്തിയെ പറ്റി എന്തൊക്കെ പറഞ്ഞു. നീ അതിന് ദേഷ്യം കാണിച്ചു പോവുകയും ചെയ്തു. പക്ഷെ ഇന്ന് ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കാൻ വന്നപ്പോ ബാക്കിയെല്ലാം മറന്ന് നീ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചില്ലേ. മാത്രമല്ല ദേഷ്യവും കാണിച്ചില്ല. എന്താടാ ഞാനതിനെ നിന്റെ അടുത്ത് ദേഷ്യം കാണിക്കുന്നേ? നീ ഞങ്ങൾ എല്ലാവരെയും വിട്ട് ഇവിടെ വനവാസത്തിന് വന്നതാണ് ഞങ്ങളുടെ എല്ലാവരും വിഷമം. വിക്കി, ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് സുഖമായിരിക്കുന്നു. ആദ്യമായി ഇവിടെ വന്നപ്പോ ഈ വീടും നമ്മുടെ വീടും തമ്മിൽ ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഞാൻ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇത് നമ്മുടെ രണ്ടാമത്തെ വീട് പോലും ഉണ്ടാവില്ലേ. പക്ഷെ കാര്യം അതല്ല. പിന്നെന്ത് കാര്യം? നീയും ഏട്ടത്തിയും ഒന്നായല്ലോ, അതാണ് എനിക്ക് സന്തോഷം. നീ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഏട്ടത്തിയെ ഭക്ഷണം കഴിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പൂജ സമയത്ത് ഒരുമിച്ച് നിൽക്കുന്ന കണ്ടപ്പോ എല്ലാ കാര്യങ്ങളും സോൾവ് ആയെന്നോർത്ത് സന്തോഷം തോന്നി. അതിന് കൺഗ്രാറ്റുലേഷൻസ് പറയാനാ വന്നേ. പ്രശ്നങ്ങൾ ഒരുപാട് വന്നെന്നിരിക്കും. എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചാലും അതൊക്കെ മനസ്സിലാക്കി അവർ നമ്മളെ സ്നേഹിക്കും. അതാണ് യഥാർത്ഥ പ്രണയം. ഒരു കാരണവശാലും അങ്ങനത്തെ സ്നേഹം നഷ്ടപ്പെടുത്തരുത്. നമ്മളോടുള്ള സ്നേഹം ഒരു തരി പോലും കുറഞ്ഞില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ സ്നേഹം ഇരട്ടിയാകും. അത് നിനക്ക് മനസ്സിലായല്ലോ. എനിക്ക് ഒരുപാട് സന്തോഷമായി. അയ്യോ ചെറിയമ്മ, ഇതൊക്കെ എന്തിനാ? എന്തിനാ മോളെ അങ്ങനെയൊക്കെ പറയുന്നേ? ഇന്ന് നല്ലൊരു ദിവസമല്ലേ, എല്ലാരും വീട്ടിലുണ്ട്, നീയും ഗർഭിണിയായിട്ട് ഇരിക്കല്ലേ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കാമോ? ഞാൻ നിന്റെ ചെറിയമ്മയല്ലേ. അങ്ങനെ നോക്കിയാ ഞാൻ നിന്നെ ഇടയ്ക്ക് വീട്ടിൽ വിളിച്ച് ഇങ്ങനത്തെ ചടങ്ങൊക്കെ ചെയ്യണ്ടേ മോളെ? ഇത്രയൊക്കെ സ്നേഹം കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിങ്ങൾ ഇത്ര എനിക്ക് വേണ്ടി ചെയ്തു തന്നില്ലേ, താങ്ക് യു. പൊട്ടിപ്പെണ്ണ്, വീട്ടിലുള്ളവർക്ക് താങ്ക്സ് പറയുന്നു നീയെ? നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇവിടെ സന്തോഷമായിട്ട് നോക്കുന്നുണ്ടല്ലോ, അത് തന്നെയാണ് നിങ്ങൾ നമുക്ക് തരുന്ന ഏറ്റവും വലിയ നീതി. നിങ്ങളെല്ലാവരുടെയും നല്ല സ്നേഹം കാരണം കുഞ്ഞ് നല്ല ആരോഗ്യവാനായിട്ടും ഇവിടെ നല്ല ആരോഗ്യവതിയായിട്ടും ഇരുന്നാൽ മാത്രം മതി എന്നാണ് എന്റെ ഒരു പ്രാർത്ഥന. എനിക്കും അത് തന്നെ അമ്മയെ ആഗ്രഹം. ദിവസവും ദൈവത്തിന്റെ അടുക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാം നന്നാവാൻ വേണ്ടിയാ. ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. അവര് സുഹാസിനി. അമ്മേ സുഖാണോ? പൂജയ്ക്ക് വരാതെ ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ എന്തോ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വരവാണല്ലോ. സുഹാസിനി, ഇതൊക്കെ എന്തിനാ? ഈ വിശേഷ ദിവസത്തില് ബൊമ്മ കോമ്പറ്റീഷൻ ഉണ്ടാവുമെന്ന് ആദ്യം പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവക്ക് വേണ്ടി എന്റെ സൈഡിൽ നിന്ന് ഒരു സ്മോൾ ഗിഫ്റ്റ്. ആരതി,
വീട്ടിലെല്ലാവരും നിന്നെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിന്നെ കാണാനും കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ കുറച്ച് നേരത്തെ വരുമായിരുന്നെങ്കിൽ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ പങ്കെടുക്കായിരുന്നു. എങ്ങനെ വരാനാ? എനിക്കിത് മാത്രമല്ലല്ലോ. ഓഫീസിൽ പൂജയുണ്ടായിരുന്നു, പിന്നെ വീട്ടിലെ കാര്യം നോക്കണം. അതും ശരിയാ. ആരതി, നിന്റെ അമ്മായിയമ്മയ്ക്ക് കുങ്കുമം കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുമോ?